പ്രകൃതിക്ക് വേണ്ടി പ്രകൃതിക്കൊപ്പം. കളമശ്ശേരി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ പുതുതായി പണിയുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് കണ്ടെത്തിയ സ്ഥലത്ത് നിന്നിരുന്ന മാവിനെ പുത്തനിടം നൽകി പ്രകൃതിക്കൊപ്പം നിൽക്കുകയാണ് രാജഗിരി GSP ഇക്കോ വാരിയേഴ്സ്. SDG 13, ക്ലൈമറ്റ് ആക്ഷൻ SDG 15, ലൈഫ് ഓൺ ലാൻഡ് SDG 11, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നിവയെ ഒരുമിച്ച് ചേർത്ത് നാടിനാകെ മാതൃകയായിരിക്കുകയാണ് രാജഗിരിയിലെ ഇക്കോ വാരിയേഴ്സ്. നമസ്കാരം. ലോക പരിസ്ഥിതി നാശം തടയുക എന്നതും ലോകമാകെ പടർത്തുക എന്നതുമാണ് GSP ഇക്കോ വാരിയേഴ്സിന്റെ ഉദ്ദേശം. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇതിനു വേണ്ടി ഒന്നിച്ചു വന്നിരിക്കുകയാണ്. രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഞങ്ങളെ പഠിപ്പിച്ചത് ഇതാണ്: കാലമാനഭസിനില്ല സീമയെന്നുണർത്തിയും കാമ്യമാം പ്രതീത ലക്ഷ്യസിദ്ധി സ്വന്തമാക്കിയും പറന്നുയർന്നിടട്ടെ നിത്യവിദ്യതൻ വിഹായസിൽ നിറഞ്ഞിടട്ടെ ലോകമാകെ നവ്യമാം പ്രഭാമൃതം. അതെ, ഇന്ന് SDG 13 ക്ലൈമറ്റ് ആക്ഷൻ, SDG 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, SDG 11, SDG 15 ലൈഫ് ഓൺ ലാൻഡ് എന്നീ 3 SDG ഗോളുകളെയും ഒരുമിച്ച് നിർത്തി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ ലോകത്തിൽ തന്നെ മാതൃകയാവുകയാണ്. പ്രകൃതിയോട് ഇണങ്ങി തന്നെ നമുക്ക് വികസനം സാധ്യമാകുമെന്നത് തെളിയിക്കുന്ന ഈ സംരംഭം സ്കൂളിനും ഭൂമിക്കും പ്രകൃതിക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇന്ന് ഒരു മരത്തിനെ പുതിയതായി നട്ട് ഒരു ബസ് സ്റ്റോപ്പ് പണിയാനാണ് രാജഗിരി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഹരിദാസ് ചേട്ടനാണ് ഈ മാവ് നട്ടു വളർത്തിയത്. സ്നേഹത്തോടെ ഇതിനെ ഞങ്ങൾ അല്പമായി മാറ്റുമെന്ന് വിചാരിച്ചു. ഏത് വികസനവും സ്നേഹത്തോടെയും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് ഞങ്ങൾ മാതൃകയാകുന്നു. ഇന്ന് ക്ലബിലൂടെ പ്രകൃതി നാശം തടയുക എന്ന ലക്ഷ്യത്തെ രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾക്ക് ഏറെ മാതൃകയാകുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ടോമി കൊച്ചലനിക്കൽ CMI ആണ്. ഞങ്ങളെ ഏറെ സഹായിക്കുന്നത് ഡോക്ടർ ജെം ജോസ് മിസ്സുമാണ്. ഇനിയും ഞങ്ങൾ ഒരുമിച്ച് വ്യത്യസ്തങ്ങളുമായി ചേർന്ന് പ്രകൃതിയോടൊപ്പം തന്നെ നിലകൊള്ളുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. മാവിനെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയാമെന്ന ആശയം മുൻനിർത്തി സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ടോമി കൊച്ചലനിക്കൽ CMIയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് മാവിന് പുതിയ സ്ഥലം കണ്ടെത്താൻ തീരുമാനമായത്. GSP ഇക്കോ വാരിയേഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ ജെം ജോസിന്റെ നേതൃത്വത്തിൽ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തി മാവിനെ പുനർജന്മം നൽകിക്കൊണ്ട് പരിസ്ഥിതി നാശം തടയുക എന്ന ലക്ഷ്യത്തിന് നാടിനൊരു മാതൃകയായി മാറി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ. സംഗതി ചെറിയൊരു മാവാണ്. കളമശ്ശേരിയിലെ ഗതാഗത പരിഷ്കാരങ്ങളുടെ ഭാഗമായി നോർത്ത് കളമശ്ശേരി മെട്രോ സ്റ്റേഷന് സമീപം ആലുവ ഭാഗത്തേക്ക് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നുണ്ട്. രാജഗിരി സ്കൂളാണ് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമ്പോൾ ഇതിന് സമീപത്ത് നിൽക്കുന്ന മരം വെട്ടിമാറ്റേണ്ടി വരും. എന്നാൽ മരം വെട്ടിമാറ്റാൻ സ്കൂൾ അധികൃതർക്ക് മനസ്സ് വന്നില്ല. രാജഗിരി GSP ഇക്കോ വാരിയേഴ്സിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും നോർത്ത് കളമശ്ശേരിയിലെ മാവ് നിന്നിരുന്ന സ്ഥലത്തെത്തി നേരത്തെ തന്നെ സജ്ജീകരിച്ചിരുന്ന മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് മാവിൻ ചുവട്ടിലെ മണ്ണ് പതിയെ നീക്കം ചെയ്ത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതമായി പിഴുതെടുത്ത് ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആര്യാസ് കവലിലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. ചെറിയൊരു തണൽ മരമാണെങ്കിൽ പോലും അത് വെട്ടിമാറ്റാതെ സുരക്ഷിതമായി മാവിന് പുത്തനിടം നൽകിയ രാജഗിരി GSP വാരിയേഴ്സ് മാതൃകയാവുകയാണ്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.